സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് അകലൂർ മൗണ്ട് സീന കോളേജ് മൈതാനത്തിൽ തുടക്കമായി. 700ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മേളയുടെ ഉദ്ഘാടനം AEOP അബ്ദുൾ ഖാദർ നിർവഹിച്ചു. ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് അകലൂർ മൗണ്ട് സീന കോളേജ് മൈതാനത്തിൽ ഉജ്ജ്വല തുടക്കമായി. ഉപജില്ലയിലെ 85ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 700ഓളം കുട്ടി കായിക താരങ്ങളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ കായിക മാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നും നാളെയുമായി അകലൂരിലും മറ്റന്നാൾ കടമ്പൂരിലുമായാണ് മത്സരങ്ങൾ നടക്കുക. രാവിലെ 7:30 3000 മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് കായികമേളയ്ക്ക് തുടക്കമായത്. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം ഒറ്റപ്പാലം AEOP അബ്ദുൾ ഖാദർ നിർവഹിച്ചു. മൗണ്ട് സീന സ്കൂൾ പ്രിൻസിപ്പൽ ജുമന ഹസീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപക സംഘടനാ പ്രതിനിധികളായ KSTTA പ്രതിനിധി EP ഗിരീഷ്, KPSTA പ്രതിനിധി T പ്രകാശൻ, KATF പ്രതിനിധി K സൈനുലാബുദ്ദീൻ, NTU പ്രതിനിധി M കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. കായിക അധ്യാപകൻ S സുധീഷ് സ്വാഗതവും ഒറ്റപ്പാലം BPC PM വെങ്കിടേശ്വരൻ നന്ദിയും പറഞ്ഞു. ഇന്നും നാളെയുമായി മൗണ്ട് സീനയിൽ ട്രാക്ക് ഇനങ്ങളിലെ മത്സരങ്ങൾ നടക്കുമ്പോൾ ട്രിപ്പിൾ ജമ്പ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ജാവലിൻ തുടങ്ങിയ ഫീൽഡ് മത്സരങ്ങൾ മറ്റന്നാൾ കടമ്പൂരിലുമാണ് നടക്കുക. ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായി. കാരണം നമ്മുടെ സബ് ജില്ല സ്പോർട്സ് നടക്കുന്നതിന്റെ തന്നെ ജില്ല മുതൽ സംസ്ഥാന തലം വരെയുള്ള ഗെയിംസുകളും ഒരേ സമയത്ത് നടക്കാണ്. രണ്ടിലും പങ്കെടുക്കുന്ന കുട്ടികളുണ്ട്. എങ്കിലും പരമാവധി കുട്ടികളെ സമയബന്ധിതമായി നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ സബ് ജില്ലയുടെ പ്രവർത്തനങ്ങളെ ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നയായിട്ട് ഇത് വളരെ ഭംഗിയായി തീരട്ടെ എന്നാണ് പറയാറുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ ഈ വർഷം നമ്മുടെ LP UP കുട്ടികൾക്കുള്ള ഒരു അവസരം ഏതാണ്ട് ഡിസംബർ ജനുവരിയിൽ ഒരു നല്ലൊരു വേദിയായിട്ട് ചേർന്ന് നമ്മുടെ ഈ കായിക മാമാങ്കത്തിന്റെ ഒരു പര്യവസാനം അന്നായിരിക്കുമെന്നും. ന്യൂസ് ഡെസ്ക് CCV.